ശ്രവണത്തിന് അനവധി ആളുകളുടെ കഥ പറയാനുണ്ട്. അതിൽ ആദ്യത്തെ ഉദാഹരണം പ്രഹ്ലാദൻ്റെ ഗുരുനാഥനായ ശ്രീനാരദ മഹർഷി തന്നെയാണ്. ശ്രീനാരദ മഹർഷിയുടെ കഥ ഭാഗവതത്തിൽ ആദ്യം പ്രതിപാദിക്കുന്നുണ്ട്. നാരദൻ ഭാഗവതം എഴുതാൻ വ്യാസനെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ആ വ്യാസനോട് ശ്രീനാരദ മഹർഷി തൻ്റെ പൂർവജന്മകഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ശ്രവണത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ആദ്യം മനസ്സിലാക്കി തരണത്. സൂതശൗനകാദികളുടെ സംവാദ രൂപത്തിൽ അവർ സൂതനോട് പറയുമ്പോൾ ശ്രവണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂതൻ അവരോട് മറുപടി പറയുമ്പോഴും അത് തന്നെ കാണാം. ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ച എന്നാണ്. ഭഗവാൻ ശ്രീവാസുദേവൻ എപ്പോഴും കേൾക്കപ്പെടണം. ഭഗവാൻ ശ്രീവാസുദേവനെ പറ്റി എപ്പോഴും കീർത്തിക്കണം. ഭഗവാൻ ശ്രീവാസുദേവൻ എപ്പോഴും ധ്യാനിക്കപ്പെടണം, ഓർമ്മിക്കപ്പെടണം. ഈ ഓർമ്മയിലേക്ക് എത്തിക്കാനുള്ളതാണ് ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്ന് ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ പറയുന്ന ക്രമത്തിലുള്ള ആ ഭക്തിയുടെ വളർച്ച. നിത്യവും ഭാഗവത ഗംഗ കാണുക നിങ്ങളുടെ ജനം ടിവിയിൽ ഫെബ്രുവരി 9 മുതൽ. എല്ലാ ദിവസവും രാവിലെ 6:10 മുതൽ 6:30 വരെ. സാക്ഷാത്കാരം റാഫി ജെ ചാഴോ 9400124048. പ്രചരിപ്പിക്കുക, ധന്യരാവുക. ഹരേ കൃഷ്ണ.